ഹായ് വെൽക്കം ടു യുവർ ബ്യൂട്ടിഫുൾ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഞാൻ ഇന്ന് ഹെയർ എങ്ങനെ സ്ട്രെയിറ്റൻ ചെയ്യാമെന്നാണ്, ഒരു എക്വിപ്മെൻറ്റ്സും ഹീറ്റും ഒന്നുമില്ലാതെ, ബ്ലോ ഡ്രയറും ഇല്ലാതെ എങ്ങനെയാണ് ഹെയർ സ്ട്രെയിറ്റൻ ചെയ്യുന്നതെന്ന് കാണിച്ചു തരണേ. ഇതൊരു 2 സ്റ്റെപ്പ് പ്രൊസീജിയറാണ്. ഫസ്റ്റ് നമ്മൾ കേൾ ചെയ്തിട്ടാണ് നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പ് സ്ട്രെയിറ്റൻ ചെയ്യുക. അപ്പോൾ ഇതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ മുടി ഓരോ സെഷനായിട്ട് ചെറുതായി എത്ര ചെറിയ സെഷൻസ് എടുക്കാൻ പറ്റുമോ അത്രയും നല്ലത്. അപ്പോൾ ഞാനിപ്പോൾ കണ്ടില്ലേ, ചെറിയൊരു സെക്ഷൻ എടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാണ്. ഇപ്പോൾ ഇത് ഈ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന കാരണമാണ് ഞാൻ ചെറിയ സെക്ഷൻ ഇവിടെ എടുത്തേക്കണേ. എൻ്റെ ബാക്കിലത്തെ ഒക്കെ ഇത്തിരി വലിയ സെക്ഷൻസ് ആയി പോയി, കാരണം എനിക്ക് ഇത്തിരി മടിയാണ്. പക്ഷേ നിങ്ങൾ എത്ര ചെറിയ സെക്ഷൻസ് എടുക്കാൻ പറ്റുന്നോ അത്രയും നല്ലത്. അപ്പോൾ നമുക്ക് അത്രയും നല്ല ഭംഗിയിൽ സ്ട്രെയിറ്റൻ ആയി കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ ഹീറ്റ് ഒന്നും യൂസ് ചെയ്യണില്ല. പക്ഷേ ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ, ദിസ് ഈസ് ടൈം കൺസ്യൂമിങ്, പിന്നെ ഒരു 2D പ്രൊസീജിയറാണ്. അപ്പോൾ നമ്മൾ ഇന്ന് കേൾ ചെയ്തിട്ട് നാളെ സ്ട്രെയിറ്റൻ ആയി കിട്ടും, അങ്ങനെയാണ് ഇത്. ഇപ്പോൾ ഞാൻ കണ്ടില്ലേ, ആ സെക്ഷൻ നല്ല ടൈറ്റായി മടക്കിയിട്ട് ഞാൻ സ്ലൈഡ് കൊണ്ട് കുത്തി വയ്ക്കുകയാണ്, അല്ലെങ്കിൽ അത് അഴിഞ്ഞു പോവും. അത് കാരണം നിങ്ങളുടെ ഓരോ സെക്ഷൻസും ഇങ്ങനെ സ്ലൈഡ് കൊണ്ട് കുത്തി വയ്ക്കണം. ഇതിപ്പോൾ ഞാൻ ഫസ്റ്റ് സെക്ഷൻ നിങ്ങൾക്ക് ഓപ്പൺ കണ്ടില്ലേ, ചെറിയ കേൾസ് ആയിട്ട് നമുക്ക് ഇന്ന് കാണാൻ പറ്റും. പക്ഷെ നെക്സ്റ്റ് ഡേ നോക്കുമ്പോൾ ഇങ്ങനെയല്ല കേട്ടോ. അത് കാരണം ഇപ്പോൾ ഈ കാണുന്ന സ്ക്രീനിൽ കാണുന്നത് വന്നിട്ട് ഒരു 4 മണിക്കൂറും കൂടിയും കഴിഞ്ഞിട്ട് എടുത്ത ക്ലിപ്പാണിത്. അപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ, കുറച്ചും കൂടിയും സ്ട്രെയിറ്റനായി കിട്ടി. അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന അത്ര സ്ട്രെയിറ്റനായി കിട്ടുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ബട്ട് എനിക്ക് ആവശ്യമുള്ള അത്ര സ്ട്രെയിറ്റനായി കിട്ടിയിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് ഈ വീഡിയോൻ്റെ ലാസ്റ്റിൽ കാണാം എത്ര സ്ട്രെയിറ്റനായിട്ടാണ് എനിക്ക് കിട്ടിയേക്കണേ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഇത് ടൈം കൺസ്യൂമിങ് ആണെങ്കിലും നമ്മളുടെ മുടീനെ നാശാവാത്ത ഒരു സ്റ്റെപ്പ് നമ്മളിതിൽ യൂസ് ചെയ്യണില്ല. ലൈക്ക് നമ്മൾ ഹീറ്റ് യൂസ് ചെയ്യണില്ലല്ലോ. അപ്പോൾ അതൊക്കെ എത്ര ഡാമേജിങ് ആണെന്നറിയോ. നമ്മൾ ഹെയർ സ്പ്രേ വരെ യൂസ് ചെയ്തിട്ടില്ല. അത് കാരണം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. പിന്നെ ഈ വീഡിയോയുടെ ക്വാളിറ്റി അത്ര നല്ലതല്ല. പ്ലീസ് സോറി, ഐ എം റിയലി സോറി ഫോർ ദാറ്റ്. ഇപ്പോൾ ഞാൻ കണ്ടില്ലേ, എൻ്റെ അവസാനത്തെ സെക്ഷൻ ഞാൻ ഓപ്പൺ ചെയ്യണം. ഇപ്പോൾ എൻ്റെ മുടിയുടെ നീളം കണ്ടില്ലേ, എൻ്റെ ബാക്കിൽ മുടി ഇത്തിരി നീളമുണ്ട്. അത് കാരണം ഞാൻ പറഞ്ഞേ, ചെറിയ സെക്ഷൻസ് നിങ്ങളെടുക്കണം, ഇവിടെ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ മുടി ഏതാണ്ട് നമ്മുടെ പേളിമാനെ ചേച്ചിയുടെ പോലെയുണ്ട്. പക്ഷെ നെക്സ്റ്റ് ഡേ ഇങ്ങനെയല്ല കാണാൻ, സ്ട്രെയിറ്റനായിട്ട് കിട്ടും. നിങ്ങൾക്ക് ഇങ്ങനത്തെ ലുക്കാണ് വേണ്ടതെന്ന് വെച്ചെങ്കിൽ നോ പ്രോബ്ലം, ഗോ അഹെഡ് വിത്ത് ദിസ്. ആൻഡ് ഇത് ഞാനിപ്പോൾ എൻ്റെ ഫുൾ കാർക്കൂന്തൽ നിങ്ങൾക്ക് ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരാം. നിങ്ങളിത് ട്രൈ ചെയ്യണം. നിങ്ങൾ ചെറിയ സെക്ഷൻസ് അല്ലെങ്കിൽ ഒരു സെക്ഷൻ എടുത്തിട്ട് നിങ്ങൾ മടഞ്ഞിട്ട് നോക്ക്, ഇത് വർക്ക് ആവുന്നുണ്ടോ എന്ന് നോക്ക്. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ഡേ ഞാൻ എടുത്ത വീഡിയോ. ഇതാണ് അതിൻ്റെ ചെറിയ ഒരു ക്ലിപ്പ്. നിങ്ങൾക്ക് കാണാമല്ലോ, അത് കുറച്ചും കൂടിയും സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടിയില്ലേ. അപ്പോൾ എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഇനി നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടോ ഇല്ലേന്ന് എനിക്കറിയില്ല. ബട്ട് ദിസ് ഈസ് എ വെരി നൈസ് ട്യൂട്ടോറിയൽ. ഞാൻ ചെയ്ത കാരണം പറയുന്നതല്ല, ബിക്കോസ് നമ്മൾ ഹീറ്റ് യൂസ് ചെയ്യണില്ല. അപ്പോൾ മുടിക്ക് ഒരു വിധത്തിൽ നമ്മൾ ഡാമേജ് ചെയ്യണില്ല. So if you like it, please subscribe to my channel, hit the like button. See you in my next video.